നമസ്കാരം. ഞാൻ നോക്കിയിട്ടേ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കാര്യം വല്ലാത്ത ഒരു കഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കെന്നും ആരുടെയെങ്കിലും വിനീത വിധേയന്മാരായി നടക്കുന്നതാണ് ഇഷ്ടം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ വിധേയന്മാരായി നടന്നപ്പോൾ അവരുടെ വായിൽ നിന്ന് തെറിച്ചു വീഴുന്ന തുപ്പലിന് പോലും തേനിന്റെ രുചിയാണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു പണി. ഒടുവിൽ കോൺഗ്രസ്സുകാർ കൊടുത്ത പണിയിൽ മുന്നണിയിൽ നിന്ന് തന്നെ പുറത്തായി. മാണിസാറിന്റെ നന്മ കൊണ്ട് ഇടതുമുന്നണി അന്ന് അവരെ ചേർത്ത് നിർത്തി. അവർ ചേർത്ത് നിർത്തിയതിന്റെ പിന്നാമ്പുറത്ത് നടന്ന സംഭവങ്ങളൊന്നും സാധാരണ പ്രവർത്തകർക്ക് അറിയില്ല. എന്നാലും പാർട്ടിയിലെ അടിസ്ഥാന ജനങ്ങൾക്ക് അന്നും കൂറ് UDF-നോടായിരുന്നു. ഇതിനിടയിൽ 2021 തെരഞ്ഞെടുപ്പിൽ ജോസിനെ അറഞ്ചം പുറഞ്ചം CPM വാരി തോൽപ്പിച്ചു. പക്ഷെ ഒരുത്തനും വാ തുറന്ന് മിണ്ടുവാനുള്ള ധൈര്യമില്ലായിരുന്നു. UDF-ലുണ്ടായിരുന്ന കേരള കോൺഗ്രസിനെ LDF-ൽ എത്തിക്കാൻ പണിപ്പെട്ട ആളാണ് വാസവൻ എന്ന് വിളിച്ചു പറഞ്ഞ് നടന്നിട്ടാണ് ജോസിനിട്ട് വാസവൻ ഉൾപ്പെടെയുള്ളവർ പണി കൊടുത്തത്. എന്നാൽ കേരള കോൺഗ്രസിനെ LDF-ൽ എടുത്തതിൽ കോട്ടയം ജില്ല അനുവാദം കൊടുത്തു എന്നൊഴിച്ച് പിന്നാമ്പുറ പ്രവർത്തികൾക്കൊന്നിലും വാസവനടക്കമുള്ള ഒരു നേതാവിനും പങ്കില്ല. വാസവൻ ജോസിനിട്ട് പണി കൊടുത്തത് നമ്മളങ്ങ് മാറ്റി നിർത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചാഴിക്കാടനെ ജയിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന ഉത്തമ ബോധ്യമുള്ള വാസവനും കൂട്ടരും അറിഞ്ഞങ്ങ് പണി തന്നു. അതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലായിൽ വെച്ച് ചാഴിക്കാടന്റെ പ്രസംഗം അവസാനിപ്പിക്കുവാൻ നൽകിയ നിർദ്ദേശമൊക്കെ വേറെ, അതെല്ലാം കൊണ്ട് മാറ്റിവെക്കുക. അതൊന്നും ഈ കേരള കോൺഗ്രസ്സുകാർ അവർക്ക് കിട്ടുന്ന പണി തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പണി കിട്ടിയപ്പോൾ പാർട്ടി ചെയർമാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രോസ് വോട്ടിനെ പറ്റി സംസാരിച്ചു. അപ്പോഴാണ് ആ ഏമാന് കാര്യം പിടികിട്ടുന്നത്. അപ്പോൾ ദേണ്ടേ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കളത്തിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, അമ്മച്ചിയോടെ സംഭവിച്ചിട്ടില്ല, പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. വോട്ട് വാരി കുത്തുന്നത് ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ? ലോപ്പസ് മാത്യു അത് പറഞ്ഞെങ്കിലും മാർക്സിസ്റ്റുകാരും CPIയും അതിനെതിരെ യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കേരള കോൺഗ്രസ്സുകാരാണ് അത്ര കാലുവാരിയത്. അവരുടെ വോട്ടുകൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് മൊത്തമായി കിട്ടിയില്ലെന്ന്. അങ്ങനെയാണ് കോട്ടയം ജില്ലയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും തോറ്റുപോയതെന്ന്. കഷ്ടം. കമ്മ്യൂണിസ്റ്റുകാരോടൊരു കാര്യം പറയാം, ഇവന്മാരെ അതിനൊന്നും കൊള്ളത്തില്ല. കൊള്ളുകയില്ല. ആരെങ്കിലും പറയുന്നത് ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കാനല്ലാണ്ട് സ്വന്തമായി ഒരു വ്യക്തിത്വവും ഇവന്മാർക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഭരണത്തിൽ കയറിയപ്പോൾ കിട്ടേണ്ടതൊന്നും ചോദിച്ച് മേടിച്ചില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. അവസാനം പറ്റിയത് എന്താണ്? ആസ്ഥാനത്ത് മുന്നണി മാറ്റത്തിന് ശ്രമം നടത്തി. കാര്യമായ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് മുന്നണി മാറ്റത്തിന് ആലോചനകൾ നടത്തിയത്. വേണ്ടത്ര ഗ്രഹപാഠം ചെയ്യാതെ, ഉത്തരവാദിത്തപ്പെട്ടവരെ വിശ്വാസത്തിലെടുക്കാതെ, കേവലം താക്കോൽ സ്ഥാനീയനായ നേതാവും ചങ്ങനാശ്ശേരിക്കാരനും കൂടി തട്ടിക്കൂട്ടിയ പദ്ധതി പാളിപ്പോയതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ്സുകാരൻ പറയട്ടെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയട്ടെ. ഏത് കള്ളത്തരം കാണിക്കുമ്പോഴും ഒരു കയ്യൊതുക്കവും മറയുമൊക്കെ വേണ്ടേ സാറന്മാരിൽ? ഉരുള് തിന്നുന്നതിനും വിരലൊരു മറയെന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെ അല്ല. പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇവിടെ കാണിച്ചത്. അതാണ് നമ്മൾ കണ്ടതും. അതോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, കപ്പൽ മുങ്ങുമ്പോൾ ഇനി കേരള കോൺഗ്രസിനെ വേണ്ടെന്ന്. UDF-ന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ലീഗിന്റെയും മുതുകത്ത് ചവിട്ടിയെന്ന് 7 സീറ്റ് നേടിയ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പണ്ട് ജോസ് പറഞ്ഞതുപോലെ കഴുകന്റെ പുറത്ത് കയറി പറന്ന കുരുവി അത് തന്നെയാണ്. മാണി ഗ്രൂപ്പിൽ നിന്ന് ചേക്കേറിയവനൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ലെന്ന് ഉണ്ണിയാടനിട്ട് പണി കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി. ഉണ്ണിയാടൻ അത്യാവശ്യമുള്ള ഒരു പണിയായിരുന്നു അതങ്ങനെ തന്നെ വേണം. അത് കാലം കാത്തുവെച്ച കാവ്യനീതി തന്നെയാണ്. മാണി ഗ്രൂപ്പിലെ 2ാം സ്ഥാനമായിരുന്ന ജോയി എബ്രഹാമിനെ എങ്കിലും പരിഗണിക്കുമെന്ന് ചിലരൊക്കെ വിശ്വസിക്കുന്നു. വെട്ടുകത്തി ഉണ്ടാക്കുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതെങ്കിലും കൊടുത്ത് അയാളെ ഒന്ന് ഒതുക്കുന്നത് നല്ലതാണ്. ദശ കട്ടിയുള്ളതൊന്നും കൊടുക്കരുത്, കൊടുത്താൽ മൊത്തം ഊറ്റും. ഏതായാലും മാണി ഗ്രൂപ്പിന്റെ ജില്ലാതല ചർച്ചകളിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മലയാളം എക്സ്പ്രസിനെയാണെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. തിരുത്തൽ ശക്തിയായി ഞങ്ങൾ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധാരണ പ്രവർത്തകരുണ്ട്.
അതുകൊണ്ടാണ് പാർട്ടിക്കാർ ഞങ്ങളുടെ വാർത്തകൾ കാണുന്നതും ആസ്വദിക്കുന്നതും താക്കോൽ സ്ഥാനീയനെ കുറ്റപ്പെടുത്തുന്നതുമല്ല. താക്കോൽ സ്ഥാനീയനെ ഇനി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ തുറന്നു പറയും. കേരള കോൺഗ്രസിന്റെ ശകുനിയായി നിൽക്കുന്നത് ഈ താക്കോൽ സ്ഥാനീയൻ തന്നെയാണ്. പാർട്ടി നേതൃത്വത്തിന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കഷ്ടം. ഈ നേതാവ് സ്വയം മനസ്സിലാക്കിയിട്ടുമില്ല. അതാ മറ്റൊരു സത്യം. അയാൾ ഈ സ്ഥാനങ്ങളെല്ലാം ഒഴിഞ്ഞ് സാധാരണ ഒരു പ്രവർത്തകനായി നിന്നാൽ പാർട്ടിക്കും കൊള്ളാം, ഇയാൾക്കും കൊള്ളാം. അങ്ങനെയാണ് പൊതുവെയുള്ള പാർട്ടിക്കാരുടെ ഒരു സംസാരം. കേരള കോൺഗ്രസ് പാർട്ടിയെ ഇത്രയും അഗാധമായ കുഴിയിലേക്ക് തള്ളിയിട്ടത് ഇയാൾ ഒറ്റയൊരുത്തന്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ്. പാർട്ടിയെ കമ്മ്യൂണിസ്റ്റുകാർ കാലുവാരിയെന്ന് പാർട്ടി ചെയർമാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുവാൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു തയ്യാറാക്കണം. അല്ലാതെ കലാഭവൻ മണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അഴയിൽ കിടക്കുന്ന കോണകം പോലെ കാറ്റ് വരുമ്പോൾ ഇടത്തോട്ടും മറുകാറ്റ് വരുമ്പോൾ വലത്തോട്ടും ആടുന്ന പണി അങ്ങ് നിർത്തണം. നേതൃത്വം പറയുന്ന വാക്കിലും നിലപാടിലും ഉറച്ചു നിൽക്കണം. അതിന് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം. ഇതിൽ സമാധാന ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. ഇനി 5 കൊല്ലം, അത് കഴിയുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോഴേക്കും മീനച്ചിലാറ്റിലെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോകും. വാസവനടക്കമുള്ള നേതാക്കൾ പടിക്ക് പുറത്താകും. രാഷ്ട്രീയത്തിൽ കളം പിടിച്ചു നിൽക്കുവാൻ ഏറ്റവും അത്യാവശ്യമുള്ളത് വ്യക്തിത്വമാണ്. പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടെ മാറ്റി പറയുന്ന പാർട്ടി നേതൃത്വത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ദുർവിധി മുഴുവൻ വന്നത്. അതിനിയെങ്കിലും മനസ്സിലാക്കുക. രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും കൂടി നിങ്ങളെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയതാണെന്ന് ജനത്തെ ബോധിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ലെന്ന് ഓർക്കണം.